എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും കൂടി നിങ്ങളൊന്ന് മറന്നു പോകരുത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല ഒന്ന് കുതിർത്തെടുത്തതാണ്. ഒരു രാത്രി ഫുള്ള് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു കുക്കറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കടലയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടല ഒന്ന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതിയാകും. അപ്പോൾ അതൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, ആ ഒരു കണക്കിന് വേവിച്ചെടുക്കാൻ നോക്കുക. കടല വേവുന്ന സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള കൂട്ടൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ പൊടിയേക്കാളും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും കൂടി ഒരുമിച്ച് ഞാനൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം കൂടെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു പച്ച മണം മാറി കിട്ടുന്ന നേരത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു 3 പച്ചമുളകും 3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ സവാള ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടായി പോകരുത്, കാരണം നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ആയിരുന്നെങ്കിൽ അത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് ഇവിടെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കടലയിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിയുടെ അളവും നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ഈ കടലയും കൂടെ നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ കടലയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതാണ്ടേ ഞാനിവിടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഒരു 10 മിനിറ്റിന് ശേഷം ഇതാണ്ടേ ഇവിടെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കടലയും ആ ഒരു ടേസ്റ്റ് പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മളെ കടല ഒന്ന് വെന്തോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ഇതുപോലെ തന്നെ കടലയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്യണം. കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുന്ന വീഡിയോന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.